നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി വാളയാറിൽ നിന്നും പിടികൂടി. നോർത്ത് പറവൂർ സ്വദേശികളായ വെടിമറ കഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള അബ്ദുള്ള, പെരുമ്പടന്ന കടുവാപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ഗോഡ്ലി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ 2024 ഡിസംബർ 25-ന് കൊമ്പിടിഞ്ഞാമാക്കൽ നിന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഡാൻസ് ഓഫ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. അനന്തുവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസിൽ തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. മുക്താർ, മുഹമ്മദ് ഷമീം, ഖുറേഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ്, റിച്ചാർഡ് എന്നീ 7 പ്രതികളെ മുൻപ് പിടികൂടി ജയിലിൽ അടച്ചിരുന്നു. അബ്ദുള്ളയുടെ പേരിൽ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമായി 1 വധശ്രമ കേസും 6 അടിപിടി കേസുകളും 1 തട്ടിക്കൊണ്ടുപോകൽ കേസുമടക്കം 14 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഗോഡ്ലിയുടെ പേരിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 1 തട്ടിപ്പ് കേസുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുങ്ങിയ ഇവർ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B. ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ M. അഫ്സൽ, CS സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ES ജീവൻ, വിശാഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പൂക്കോട് കരുവാപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാപ്പടിയിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. PK ഫ്രാൻസിസ് അധ്യക്ഷനായി. PK വിനോദൻ, CR രാജേഷ്, KN ബിജു, PS പ്രീജു, PN ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. സഞ്ചരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. ഈ റോഡിന്റെ സമരം CPIMന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടുള്ളൊരു സമരമല്ല. ഏതാണ്ട് 2 വർഷക്കാലമായി പകർന്ന ഈ റോഡിന്റെ വിഷയം കള്ളുഷാപ്പിൽ വെച്ച് വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വള്ളിവട്ടം സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള കണ്ണനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 28-നായിരുന്നു സംഭവം. പൂവത്തുംകടവിലുള്ള കള്ളുഷാപ്പിൽ വെച്ച് പ്രതിയിൽ നിന്ന് വാങ്ങിയ ഞണ്ടിനെ പിടിക്കുന്ന റിങ് തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വള്ളിവട്ടം കുമ്പകുളങ്ങര വീട്ടിൽ ദിവാകരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. കണ്ണൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും ലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെയും പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ PR ദിനേശ് കുമാർ, SCPOമാരായ EG ജിജിൽ കുമാർ, ML വിജോഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിൽ അനധികൃതമായി മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത ഉടമയെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും വിധിച്ചു. നന്ദിക്കര സ്വദേശികളായ തണ്ടശ്ശേരി വീട്ടിൽ സനീഷ്, സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി ജഡ്ജ് RK രമ ശിക്ഷിച്ചത്. നന്ദിക്കര മാടായി വീട്ടിൽ ശിവജി, ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് കേസ്. പ്രതികൾ ശിവജിയുടെ ഉടമസ്ഥതയിലുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ രാത്രിയിൽ മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം. 2014 ജൂലൈ 17 രാത്രി 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുതുക്കാട് സബ് ഇൻസ്പെക്ടർ KS സന്ദീപിനായിരുന്നു അന്വേഷണ ചുമതല.
SHOPV ബേബി കുറ്റപത്രം സമർപ്പിച്ചു. സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, എബിൻ ഗോപുരൻ, സൗമ്യ എന്നിവർ ഹാജരായി. പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ 4 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. 8 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് പുതുക്കാട് സെന്ററിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടു മുൻപിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ വട്ടക്കുടി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KL ജോസ്, പോൾസൺ തെക്കുംപിടിക, നൈജോ ആൻഡോ, ജസ്റ്റിൻ ആറ്റുംപുറം, TM ചന്ദ്രൻ, സെബി കൊടിയൻ, K ഗോപാലകൃഷ്ണൻ, സുധൻ കാരയിൽ, PT വിനയൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് ശേഷം പോലീസ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ സിജോ പുന്നക്കര, ഫൈസൽ ഇബ്രാഹിം, റിൻഡു ജോൺസൺ എന്നിവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബ്ലോക്ക് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്യുന്നു എന്നാരോപിച്ച പ്രവർത്തകരും പോലീസും വാക്കുതർക്കമുണ്ടായി. ഫൈസൽ ഇബ്രാഹിം, ജിന്നി മഞ്ഞളി, ആൽവിൻ വർഗീസ്, ജൻസൺ കണ്ണത്ത്, ജെറോം ജോൺ, ജസ്റ്റിൻ ജോൺസൺ, റിൻഡു ജോൺസൺ, വൈശാഖ് ഐത്താടൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി DYSP TC ബിജുകുമാർ, പുതുക്കാട് SHO M മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തെത്തിയിരുന്നത്. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് LDF ഭരണസമിതി രാജിവെക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. തടഞ്ഞു നിർത്തി ചോദിക്കണം, ഇത് ഞങ്ങളുടെ നികുതി പണമല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയാണോ കാണിക്കുന്നത്? ഇവരുടെ കുടുംബമാണ് പണിയുന്നതെങ്കിൽ ഇവരെ നോക്കില്ലേ? ഇവർ ആ സൈറ്റിൽ ചെന്നതിന്റെ ബലക്ഷയമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ കൂട്ടുന്ന സിമെന്റിന്റെ അളവെല്ലാം നോക്കില്ലേ? ഇതെല്ലാം കൈയിട്ട് വാരാൻ വേണ്ടി അവരുടെ ഒത്താശ ചെയ്യുന്ന കോൺട്രാക്ടർമാർക്കും അവർക്ക് ഏറാൻ നോളുന്ന സൂപ്പർവൈസർമാർക്കും കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നും കോടികളും ലക്ഷങ്ങളും അടിച്ചു മാറ്റി എങ്ങനെ പോക്കറ്റിൽ വെക്കാമെന്ന് മാത്രമാണ് ഇവരിപ്പോൾ സംസാരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട MLA-യോട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, പ്രിയപ്പെട്ട MLA, നിങ്ങൾ MLA ആണ്. നിങ്ങൾ ഇപ്പോഴും CITO-ന്റെ ജില്ലാ പ്രസിഡന്റ് മാത്രമാണെന്ന് ധരിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമല്ല. നിങ്ങൾ ഇപ്പോഴും MLA ആണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് വന്യജീവി ആക്രമണം നേരിട്ടപ്പോൾ സമരം നടത്തിയപ്പോൾ ഇതേ നടന്നത് ചാലക്കുടി DFO ഓഫീസിലേക്കാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് ടോൾ പ്ലാസയിലേക്ക് സമരം നടത്തിയപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അർഹമായ പരിഹാരം, കൃത്യമായ പരിഹാരം നിയോജകമണ്ഡല കമ്മിറ്റി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഉപരോധിക്കുന്നുള്ള കാരണം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾക്കറിയാം, കൊറോണയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 90ഓളം ഐസൊലേഷൻ വാർഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1.25 കോടി രൂപ ചെലവിൽ ഈ ആശുപത്രിയിൽ നിർമ്മിച്ചിട്ടുള്ള ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളെല്ലാം കേട്ടിരിക്കും. 2-3 വണ്ടി പോലീസും ഇടിവണ്ടികളും ജലപീരങ്കിയും ഒക്കെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എത്രത്തോളം നിങ്ങൾക്ക് ബ്ലോക്ക് പ്രസിഡന്റിനെ അടച്ചിട്ട റൂമിലിരുത്തി സംരക്ഷിക്കാൻ പറ്റും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമരം എങ്ങനെ വ്യാപിപ്പിക്കണമെന്ന കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന നേതാക്കന്മാരാണ് ഫൈസലും ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും. അതുകൊണ്ട് അതിലൊരു സംശയം വേണ്ട. ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ, ഉടനടി ഞങ്ങൾ ഉദ്ദേശിച്ച പ്രവർത്തനത്തിനുള്ള ഫലം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പണിയുന്ന ഹോസ്പിറ്റലുകളൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഗതികേടാണ്. പഴതായി നിൽക്കുന്ന ഹോസ്പിറ്റലുകളും പൊളിഞ്ഞു വീഴുകയാണ്. പുതുതായിട്ട് പണിഞ്ഞതും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഞാനത് ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നല്ല മഴയാണ്. പക്ഷെ എങ്കിലും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യകതയുള്ള സമയത്താണ് ഐസൊലേഷൻ വാർഡിന്റെ പ്രധാനപ്പെട്ട സീലിംഗ് അടക്കമുള്ള സംഭവങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്.
ആരും ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മളൊക്കെ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചത്. പക്ഷെ എന്നിട്ടും ഇത് സമ്മതിക്കാതെ കരാറുകാരിൽ നിന്നും കാശ് മേടിക്കുകയും അഴിമതി നടത്തുകയും ചെയ്ത് കൃത്യമായ അഴിമതി നടത്തി കൃത്യമായി മുന്നോട്ട് പോകാനാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, യൂത്ത് കോൺഗ്രസിന്റെ സമരം ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ മെമ്പർമാരുടെ എണ്ണം കുറവാണോ കൂടുതലാണോ എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം എന്ന് കൃത്യമായിട്ട് ധരിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് അന്വേഷിക്കേണ്ട ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഐസൊലേഷൻ വാർഡ് തകർന്നു വീണാൽ അത് ആരാണ് അന്വേഷിക്കേണ്ടത്? അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സർക്കാരും ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പുമാണ്. പക്ഷെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോവുക എന്ന് വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. പണ്ട് കെ കരുണാകരൻ കേരളത്തിൽ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് ഇത് അഴിമതി കാട്ടി ആ കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന പാവപ്പെട്ട രോഗികളെ വഴിയിലിറക്കി വിടുന്ന, പാവപ്പെട്ട രോഗികളെ കൊല്ലുന്ന, പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന അഴിമതിക്കാർക്കെതിരെയുള്ള സമരമാണ് ഇത്. തീർച്ചയായും ഒരു ജനകീയ സമരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ യൂത്ത് കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം 1.5 മാസം മുമ്പാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിജിലൻസ് ഈ ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നതിനാലാണ് ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ദീപിക മുഖപ്രസംഗത്തെക്കുറിച്ച് സംസാരിച്ചില്ലെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. അല്ല, അതിനെ കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? കാരണം കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,040 രൂപയും പവന് 72,320 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.